വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഓരോ വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന്. പക്ഷേ സാഹചര്യങ്ങളും പിന്നെ കുറച്ച് മടി, ഈ ഒരു സമയത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഒരു മടിയൊക്കെ തോന്നി. അങ്ങനെയാണ് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും തോന്നാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ഡിലേ ആവുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്നറിയാം. എത്ര മാസമായി, ബേബി വന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു മാസത്തോളമായിട്ട് എനിക്ക് ചുമയും തൊണ്ടവേദനയും അങ്ങനെയൊക്കെ വന്ന് ആകെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. എനിക്ക് മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും വന്ന് നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തു. ലാസ്റ്റ് 1 മന്ത് ഇപ്പം ഓക്കെ ആയി വരുന്നു. പിന്നെ ലാസ്റ്റ് മന്താണ്, ഇതിപ്പോൾ 9th മന്ത് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷീണവും കൂടുതലാണ്, ഉറക്കമില്ല, തീരെ ഉറക്കമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തേതൊരു മോർണിംഗ് റുട്ടീനാണ്. ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്നേക്കാൾ മുന്നേ തന്നെ ദിനു ഉണർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണർന്ന് ടോയ്ലറ്റിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ദിനുവിൻ്റെ ഉറക്കവും പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും നേരത്തെ എണീറ്റു. അങ്ങനെ ഞാനൊന്ന് ഫ്രഷായി വന്നപ്പോഴത്തേക്കും ദിനു ചായയൊക്കെ ഇട്ട് വെച്ചായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പതുക്കെ അടുക്കളയിലേക്ക് കയറിയപ്പോൾ രാവിലെ നേരത്തെ പണി തീർക്കുവാണെങ്കിൽ പാത്ത സ്കൂളിലേക്കും ദിനു ഓഫീസിലേക്കും പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടക്കാമെന്ന് ഓർത്തു. രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് പകൽ കുറച്ച് സമയമൊക്കെ കിടന്ന് ഉറങ്ങും കേട്ടോ. ഉറങ്ങിയില്ലെങ്കിൽ പോലും എവിടെയെങ്കിലും ഇരുന്നാൽ ഞാൻ ഉറങ്ങി പോവാറുണ്ട്, കാരണം അത്രയും ടയേർഡായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ ഉണർന്ന് കിച്ചണിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ആ തലേന്ന് തന്നെ അമ്മയുണ്ട് ഇവിടെ. അമ്മ നമ്മുടെ റൈസ് കുക്കറിൽ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വൈറ്റ് കടലയുണ്ടല്ലോ, അത് വെച്ചിട്ട് കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പാത്തുവിന് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അതും പൂരിയും കൂടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിലും മതി കേട്ടോ. പിന്നെ അതുപോലെ ഗരം മസാല 1/2 ടീസ്പൂണ്. ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റി കൊടുക്കുകയാണ് പൊടികളുടെ പച്ചമണം മാറാനായിട്ട്. അത് നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതും 1-2 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം കടലയും കൂടെ വെന്ത് വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളക്കടല തലേന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ കടലയിലേക്ക് ഈ ഒരു മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം 1 കപ്പ് കടലയ്ക്ക് 1.5 കപ്പോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഓവനിലേക്ക് വെച്ചിട്ട് വെള്ളം ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എൻ്റെ കുക്കറിലാണെങ്കിൽ 5 വിസിൽ വേണം കേട്ടോ, ഈ ഒരു കടലയൊന്ന് വെന്ത് വരാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ. അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വാർത്തിടുകയാണ്. അപ്പോൾ ഒരുപാട് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ കുറേ സമയമുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ സാധാരണ നമ്മൾ 6 മണിയാകുമ്പോഴാണ് രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് വരാറ്. അപ്പോൾ അമ്മ 6 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരും. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു പറ്റുന്ന പോലെ ജോലികളൊക്കെ തീർത്ത് വെക്കാമെന്ന്. അപ്പോൾ ക്യാബേജ് തോരൻ വെക്കാനായിട്ട് തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തേങ്ങ, കൊച്ചുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും കൂടി ഇടണം. അപ്പോൾ ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളകും കൂടി ഇട്ടിട്ട് വേണം നന്നായിട്ട് നമ്മളിങ്ങനെ തിരുമാനായിട്ട്. നല്ലോണം കൈകൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന്. ഇതിപ്പോൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാബേജിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുന്ന ബാക്കി എല്ലാത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വറ്റൽമുളക് ഇട്ട് അതിലേക്ക് നമ്മൾ ഈ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്യാബേജിൻ്റെ കൂട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാബേജ് തോരൻ എളുപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്താൽ മതി.
അപ്പോഴേക്കും അമ്മ എണീറ്റ് വന്ന് സൗണ്ടൊക്കെ കേട്ടിട്ട് എന്താ രണ്ടുപേരും ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അമ്മ എണീറ്റ് വന്നിട്ട് അമ്മ ഓരോന്ന് അരിഞ്ഞൊക്കെ തരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചില ദിവസങ്ങളിൽ നല്ല തണുപ്പാണ്, ചില ദിവസങ്ങളിൽ നല്ല ചൂടുമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എത്രയാണെങ്കിലും ചൂട് കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ചൂട് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ചൂട് കൂടുതലാണ്. അമ്മ സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ ഓരോ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തീയൽ വെക്കാനായിട്ട് തലേന്ന് തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും പടവലങ്ങ കൊച്ചുള്ളിയും ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുന്നുണ്ട് തീയലിന് വേണ്ടിയിട്ട്. ഇത് കടലക്കുറുമയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം, ഒരു പച്ചമുളക്, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കാഷ്യൂനട്ട്, ഇത്രയും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. പിന്നെ കാഷ്യൂനട്ട് എന്തായാലും മിസ്സാക്കരുത്. കാഷ്യൂനട്ടും കൂടെ അരയ്ക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ അതുപോലെ ഗ്രാമ്പും പട്ടയും ഏലക്കയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും അതിൻ്റെ അളവ് കൂടി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറുമയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിക്കിട്ടും. ആ ഒരു സ്പൈസസിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോഴേക്കും കടലയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അതിനകത്തു നിന്നുള്ള ആ ഒരു തേങ്ങയുടെ എല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് കുറുകിയ പോലെ, ഞാൻ പ്രത്യേകിച്ച് കടലയാണ് പിന്നെ അതുപോലെ നമ്മൾ കാഷ്യൂനട്ടൊക്കെ ഇട്ടാണ് ആ പേസ്റ്റ് അരച്ചേക്കുന്നത് കൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് തീയലിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയാണ്, അത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് തിളയൊക്കെ വന്ന് നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റ് നോക്കുക, ഉപ്പും പുളിയും എല്ലാം പാകത്തിനാണോ എന്ന്. അപ്പോൾ ഇതാ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കടല കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും തീയലിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാണ്. അപ്പോൾ തീയലിന് വേണ്ടിയിട്ട് തലേന്ന് തന്നെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിരുന്നുകൊണ്ട് രാവിലെ നല്ല ഈസിയാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാം. അപ്പോൾ ഇതാ നേരമൊക്കെ വെളുത്ത് വരുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടികൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ ഉണർന്നതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണമായി കേട്ടോ കുറച്ച് സമയം നിന്നപ്പോഴത്തേക്കിനും. അപ്പോൾ ഇതാ തീയലും കൂടെ റെഡിയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് പോയി കിടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യാമെന്ന്. അപ്പോഴേക്കും പാത്തു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് സെറ്റിയെ വന്ന് കിടന്നുറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ദിനു ജിമ്മിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ അമ്മ ഇരുന്ന് കഴുകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന്. കുറച്ച് നേരം ആദ്യം പോയി ഒന്ന് ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഞാൻ കിടന്നു. ഒരു 10-15 മിനിറ്റ് ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ കിടന്നൊന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് ഓക്കെ ആയി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ വിളിക്കണം, എണീറ്റിട്ട് വേണം പൂരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 15 മിനിറ്റ് ഞാൻ ഉറങ്ങി എണീറ്റ് കേട്ടോ. അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീറ്റ് വന്നപ്പോഴത്തേക്കും എഗ് വൈറ്റ് കഴിക്കുകയാണ്. അപ്പം രാവിലെ നേരത്തെ ഉണരുന്നതുകൊണ്ട് തന്നെ നേരത്തെ വിശക്കാനായിട്ടും തുടങ്ങും. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റത്തെ ഒരു ജിഞ്ചർ ടീയും അതുപോലെ ബദാം സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതും വാൽനട്ടും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ 2 എഗ്ഗിൻ്റെ വൈറ്റും കൂടെ കഴിച്ചു വെള്ളം കൂടെ കുടിക്കുകയാണ് കേട്ടോ. സ്ഥിരമായിട്ടൊന്നും കഴിക്കാറില്ല, ചില ദിവസം ഭയങ്കര മടിയാണ്, ചില ദിവസം കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് രാവിലെ തന്നെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു, ചെറുതായിട്ടൊരു ചാറ്റൽ മഴ പോലെ. പിന്നെ ഞാൻ പൂരിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് പോയി കിടന്നത് കേട്ടോ. അതുകൊണ്ട് എണീറ്റ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് പൂരി ഉണ്ടാക്കണം. അപ്പോഴത്തേക്കും പാത്തും തന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്ന് ഒരു ഉമ്മയൊക്കെ തരുകയാണ്. ഡിസംബർ ആയപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഡിസംബർ എൻ്റോടുകൂടിയാണ് നമ്മുടെ ബേബി വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്തു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഈ മാസം നമ്മുടെ ബേബി വരുമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവളെ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് അമ്മ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കിച്ചണിലെ ക്ലീനിങ്ങും അത്യാവശ്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ അപ്പോൾ തന്നെ ഉള്ളത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ അമ്മ റെഡിയാക്കി കൊണ്ട് വന്നു. പിന്നെ ദിനു ജിമ്മിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദിനു ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വന്ന് 2 പേരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പൂരി ഞാൻ അന്നേരത്തേനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂരി കടല കുറുമയും നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ദിനുവിനുള്ള ലഞ്ച് പാക്ക് ചെയ്തു. പാത്തുവിനാണെങ്കിൽ പൂരിയും കടലക്കറിയും തന്നെയാണ് കൊടുത്തു വിടുന്നത്. അവൾക്കത് ഇഷ്ടമായതുകൊണ്ട് അവൾ അത് തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അവൾക്കത് പാക്ക് ചെയ്ത് അവൾക്കും മാറ്റി വെച്ചു. കുടിക്കാനുള്ള വെള്ളം എടുത്ത് അങ്ങനെ ദിനു ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ദിനു ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് പിന്നെ പാത്തുവിനെ റെഡിയാക്കുന്നത് കേട്ടോ സ്കൂളിലേക്ക് പോകാനായിട്ട്.
അപ്പോൾ അങ്ങനെ ദിനു പോയി കഴിഞ്ഞ് പാത്തുവിനെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ പെട്ടെന്ന് പിന്നെ പാത്തുവിനെ റെഡിയാക്കി വിടും. അപ്പോൾ അമ്മയാണ് അവളെ താഴേക്ക് കൊണ്ടുവിടുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും എല്ലാം കേട്ടോ. ഇപ്പം നേരത്തെ ഞാനായിരുന്നു രാവിലെ കൊണ്ടുവിടുന്നത്, അമ്മ വിളിക്കാൻ പോകുമായിരുന്നു. ഇപ്പം പനിയും ചുമയൊക്കെ വന്നതിന് ശേഷം ഞാൻ പിന്നെ പതുക്കെ വെളിയിലോട്ട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് കേട്ടോ കൊണ്ടുവിടുന്നത്. അപ്പോൾ പാത്തു ആണെങ്കിൽ ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നത് കണ്ടിട്ട് എന്തൊക്കെയോ നോക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. അങ്ങനെ അമ്മ പാത്തുവിനെ വിടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ കഴിക്കാനായിട്ടിരുന്നു. അമ്മ വരുമ്പോഴത്തേക്കും ഞാൻ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഹോളും റൂമും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോയി. അമ്മയാണെങ്കിൽ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ ആ സമയം കൊണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം രാവിലെ തന്നെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഏകദേശം ജോലികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് എടുക്കാറായിരിക്കുന്നത് കൊണ്ട് കുറേ പണികൾ തീർത്ത് വെക്കാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലീനിങ്ങിൻ്റെ കബോർഡുകളൊക്കെ ആണെങ്കിലും അടുക്കണം. അങ്ങനെ ഒത്തിരി പണികളുണ്ട്. ഒരു മാസത്തോളം വയ്യാതെ വന്നതുകൊണ്ട് എൻ്റെ പ്ലാനിങ് എല്ലാം മാറിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പെൻഡിങ് ആയി. പിന്നെ ഹോസ്പിറ്റൽ ബാഗ് ഇതുവരെ പാക്ക് ചെയ്തിട്ടില്ല, അത് പാക്ക് ചെയ്ത് വെക്കണം. അതൊക്കെ ഡിലേ ആയത് ഈ ഒരു മാസം വയ്യാണ്ട് വന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കണം, കാരണം എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരിക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡെലിവറി അടുത്ത് വരികയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം, എല്ലാം നല്ല രീതിക്ക് നടക്കാനായിട്ട്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷനും ഉറക്കക്കുറവും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് എല്ലാം ഭംഗിയായിട്ട് കഴിയാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്